സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പല തവണയായി നന്ദനെ വിളിച്ചിട്ടും സ്വിച്ച് ഓഫ് ആണെന്ന് അറിഞ്ഞും വീണ്ടും വീണ്ടും ബെല്ല നന്ദനെ വിളിക്കുന്നത് കണ്ടിട്ട് DYSP പാപ്പനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. സ്വിച്ച് ഓഫ് ആണെന്ന് അറിഞ്ഞിട്ടും പിന്നെയും നീ എന്തിനാ ഇങ്ങനെ കോൾ ചെയ്യുന്നത്? ബെല്ല, നീ നന്ദൻ്റെ കാര്യത്തിൽ കാണിക്കുന്ന ഈ ഓവർ ടെൻഷൻ ഉണ്ടല്ലോ, അത് അപകടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അത് പാപ്പൻ അറിയാൻ മേലാഞ്ഞിട്ടാ. നന്ദനാണെങ്കിൽ ഇപ്പോൾ ഒരു മെൻ്റൽ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. ഋഷിയെ കൊന്ന് ആ ഒരു കുറ്റബോധം പേര് നിൽക്കുന്ന ഈ സമയത്ത് ദേവികയുടെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള ആ ഒരു ടെൻഷനും കൂടി അവൻ ഇനി എങ്ങനെ ഉൾക്കൊള്ളുമെന്തോ. അവൻ്റെ സങ്കടം എൻ്റെയും കൂടി സങ്കടമാണ്. ഇനി ഇതിൻ്റെ പേര് വീട്ടുകാരെല്ലാം കൂടി ചേർന്ന് അവനെ ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഓവർ സങ്കടപ്പെടുന്നത് കണ്ടിട്ട് പാപ്പന് ശരിക്കും പറഞ്ഞ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ രാത്രിക്ക് രാത്രി നന്ദനെ കാണണമെന്നുള്ള വാശിയിൽ ഇറങ്ങിപ്പോകാൻ നോക്കുന്ന ബെല്ലയെ തടഞ്ഞ് വഴക്ക് പറഞ്ഞയക്കുന്നുണ്ട് DYSPയും. എന്ത് പറഞ്ഞാലും ബെല്ല ഓവർ സ്നേഹം നന്ദനോട് കാണിക്കുന്നുണ്ട്. പക്ഷെ നന്ദനാണെങ്കിൽ അതുപോലൊരു സ്നേഹം തിരിച്ച് കാണിക്കുന്നുമില്ല. പിന്നെ എന്തിനാ ഇവളിങ്ങനെ പിന്നാലെ പോകുന്നേ എന്നുള്ളൊരു ദേഷ്യമാണ് അയാളെ അലട്ടുന്നത്. എന്നാൽ വയ്യാണ്ട് കിടക്കുന്ന മാധവനാണെങ്കിൽ ആ ഒരു പരാതി രാധികയോട് പറയുന്നുണ്ട്. ഞാനിങ്ങനെ വയ്യാണ്ടായി ഹോസ്പിറ്റലായി, നന്ദനൊരു അബദ്ധം പറ്റിയതാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എങ്കിലും ചന്ദ്രോത്ത് വീട്ടിൽ നിന്ന് ആരും എന്നെ ഒന്ന് കാണാൻ പോലും വന്നില്ലല്ലോ. അതെന്തായിരിക്കും? എല്ലാവർക്കും ഈ ബന്ധത്തോട് ഇനി താല്പര്യമില്ലേ? ദേവിക മോളെ ഉപേക്ഷിച്ച മട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും രാധികയ്ക്കും ദേഷ്യം വരുന്നുണ്ട്. രാധിക വന്ന ആ ഒരു സങ്കടം ശാരികയോടും ദേവികയോടും പറയുന്നു. നമ്മളാണ് ചന്ദ്രോത്ത് വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അപകടം പറ്റിയെന്ന് അറിഞ്ഞിട്ട് പോവാതിരിക്കുമോ? എന്തായാലും അവർ കാണിക്കുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ നിന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് തിരക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് രാധികയും അതുപോലെ ദേവികയും ശാരികയും എല്ലാവരും കൂടി അച്ഛനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പം അച്ഛൻ പറയുന്നു, മോളെ, എൻ്റെ ജീവിതം ഏകദേശം കഴിഞ്ഞു എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതുകൊണ്ട് ഈ അവസാനമായിട്ട് ഈ അച്ഛനൊരു ആഗ്രഹമുണ്ട്. നീയും നന്ദനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കണം. അതിന് അച്ഛൻ വേണമെങ്കിൽ നന്ദനോട് സംസാരിക്കാം. മോൾ ഈ അച്ഛൻ്റെ ആഗ്രഹത്തിനൊത്ത് നന്ദനോടൊപ്പം താമസിക്കണം എന്ന് പറയുന്നത് കേട്ടിട്ട് ദേവികയാണെങ്കിൽ ആകെ സങ്കടപ്പെടുന്നു. അന്നേരം ശാരിക ചോദിക്കുന്നുണ്ട്, കൊള്ളാം, മാധവൻ്റെ ഐഡിയ കൊള്ളാം. വയ്യാതെ കിടക്കുന്ന ഈ സമയത്ത് എന്താഗ്രഹം പറഞ്ഞാലും മക്കൾ സാധിച്ചു തരുമല്ലേ. ആര് പറഞ്ഞ് അച്ഛന് സമയം തീരാറായെന്ന്? അച്ഛൻ ഇനിയും ഒരുപാട് വർഷങ്ങളുണ്ട്. അതുകൊണ്ട് അച്ഛൻ ഇതിനെപ്പറ്റിയൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. നന്ദേട്ടനൊരു അബദ്ധം പറ്റിയതാണെന്നുള്ള കാര്യം ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. അതുകൊണ്ട് അച്ഛൻ പേടിക്കണ്ട. ഇവർ തമ്മിലുള്ള പ്രശ്നം അധികം താമസിക്കാതെ തീരുമെന്നൊക്കെ ഒരു വാക്ക് കൊടുക്കുന്നുണ്ട്. ശാരികയുടെ വാക്കല്ലേ. അത് കേട്ടപ്പോൾ ഒരല്പം ആശ്വാസം മാധവനും അതുപോലെ രാധികയ്ക്കും വരുന്നുണ്ട്. അതേസമയം നന്ദനാണെങ്കിൽ തീരെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് വേദനിപ്പിക്കരുതെന്ന് ഗിരിയും പറഞ്ഞിട്ടുണ്ട്. അപ്പം അമ്മ പോയി ഫുഡൊക്കെ വാരി കൊടുക്കുന്നുണ്ട്. സിദ്ധാർത്ഥൻ്റെ സ്നേഹവും അമ്മയുടെ സ്നേഹവും അതുപോലെ ഒരളിയൻ എന്ന രൂപത്തിനും സഹോദരൻ എന്ന രൂപത്തിനും നന്ദനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി. ഗിരിയും കൂടെ നിൽക്കുമ്പോഴത്തേക്കും കെവിൻ്റെയും ഇസബെല്ലയുടെയും ആ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും എന്നൊരു തോന്നലാകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ദേവിക വീട് വിട്ടുപോയ ആ നിമിഷം മുതൽ നന്ദനെ അലട്ടുന്നത് ഋഷിയുടെ കൊലപാതകം മാത്രമല്ല, ദേവികയുടെ ഓർമ്മകളാണ്. ആ ഒരു പഴയ ജീവിതം തനിക്കിനി ഒരിക്കലും വീണ്ടും കിട്ടില്ലല്ലോ. ഋഷിയുടെ കൊലപാതക കേസ് തെളിയുന്ന ആ നിമിഷം മുതൽ താൻ ജയിലിലല്ലേ. ഒരിക്കലും തനിക്ക് സന്തോഷത്തോടെ ഇനി ഒരു കുടുംബജീവിതം നയിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ച് നിൽക്കവെയാണ് പ്രഭാവതി നന്ദന് കഴിക്കാനായിട്ട് ഫുഡും കൊണ്ടുവരുന്നത്. അപ്പോൾ നന്ദൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട് പ്രഭാവതി കാര്യം തിരക്കുന്നു. എന്താ മോനെ, അമ്മയും അച്ഛനും ഗിരിയൊക്കെ നിൻ്റെ കൂടെ ഇല്ലേ? പിന്നെ നിനക്ക് എന്തിനാ ഇത്രയും വിഷമിക്കുന്നത്? അതല്ല അമ്മ, ദേവിക എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ. സത്യം അറിഞ്ഞു പോയി. അവൾക്കിപ്പം മുന്നത്തേക്കായും വെറുപ്പായിരിക്കും എന്നോടല്ലേ. ഒരിക്കലും ദേവികയ്ക്ക് നിന്നെ വെറുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ മോനെ? അല്ലെങ്കിൽ പിന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്യുന്നില്ലല്ലോ. ഒരു കൊലപാതകിയായ വ്യക്തിയുടെ ഭാര്യയാണെന്ന് പറയാൻ ഒരു MLAക്ക് നാണക്കേടായിരിക്കും അല്ലേ അമ്മ? അങ്ങനെയൊന്നും പറയല്ലേ മോനെ. ദേവിക അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല. ഈ ഫുഡ് കഴിക്കുന്ന പറഞ്ഞുകൊണ്ട് പ്രഭാവതിയാണെങ്കിൽ ഫുഡ് വാരി കൊടുക്കുന്ന സമയത്ത് നന്ദനാണെങ്കിൽ വായിൽ നിന്നും താഴോട്ട് ഇറങ്ങുന്നില്ല. എനിക്ക് വേണ്ടമ്മ, വിശപ്പില്ല, മാത്രമല്ല ഇപ്പം ആഹാരം കഴിക്കണമെന്നൊന്നും ഒരു മനസ്സില്ല, അമ്മയ്ക്ക് വേണ്ടിയിട്ട് കഴിക്കുന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടെ പ്രഭാവതി കൊടുക്കുന്നത് കണ്ടിട്ട് കുറച്ച് മേടിച്ച് കഴിക്കുന്നുണ്ട്. അതേസമയം രജനി ഗിരിയും കാത്ത് വീട്ടിൽ നിൽക്കുവാണ്. അപ്പം വന്ന ഉടനെ ദേവിക വിളിച്ച കാര്യത്തെക്കുറിച്ച് രജനി സൂചിപ്പിക്കുന്നുണ്ട്. ദേവിക ഇതുപോലെ അമ്മയെ വിളിച്ചിരുന്നു. അമ്മ അങ്ങോട്ട് വിളിച്ചതാ അച്ഛൻ്റെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും എൻ്റെ അനിയനെ വേണ്ടെന്ന് പറഞ്ഞ് പോയ അവളെ എന്തിനാ അമ്മ വിളിച്ചത്? ഞാൻ ഫോൺ മേടിച്ച് 2 ഡയലോഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ പറയുക, അവൾക്കുള്ള അന്തസ്സിന് ചേർന്നതല്ല നന്ദൻ, അതുകൊണ്ടാണ് ബന്ധം ഉപേക്ഷിച്ചെന്ന്. നീ എന്തെങ്കിലും ദേവിക ചൊടിപ്പിച്ച് കാണും. എന്താ രജനി, ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്തെങ്കിലും നിനക്ക് മറ്റുള്ളവരുടെ വഴക്കുണ്ടാക്കാതിരുന്നൂടെ? ദേവിക ഇപ്പം ഏത് കണ്ടീഷനിലാണെന്ന് നിനക്കറിയാമോ? എന്ത് കണ്ടീഷൻ?
ചുമ്മാ പിള്ളേർ തങ്ങളി വഴക്കുണ്ടാക്കുന്ന സമയത്ത് അങ്ങോട്ട് ഇടയ്ക്ക് എന്ന് കയറി തല്ലുകൊണ്ട് അവളുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിൻ്റെ കണ്ടീഷനാണോ? അതൊക്കെ എനിക്ക് മനസ്സിലാവും. പിന്നെ കൂടുതലങ്ങ് ദേവികയെ ന്യായീകരിക്കാനും സ്നേഹിക്കാനൊന്നും പോണ്ട. അവൾ കാണിക്കുന്നതൊക്കെ ശരിയായിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ കൂടെ നിൽക്കുന്നത് കൊണ്ട് അവൾക്ക് അഹങ്കാരം ഇത്രയും അധികം. അഹങ്കാരം ശരിക്കും പറഞ്ഞാൽ ദേവിയേക്കല്ല, നിനക്കാ. കാര്യമൊന്നും അറിയാതെ ചുമ്മാ ദേവിയെ കുറ്റപ്പെടുത്തരുത്. എന്ത് കാര്യ? അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഗിരി എന്നോട് പറ. എങ്കിലല്ലേ എനിക്ക് മനസ്സിലാവൂ ആരുടെ ഭാഗത്താ ശരിയെന്ന്. അന്നേരം ഗിരിയാണെങ്കിൽ ആലോചിക്കുന്നുണ്ട് നടന്ന കാര്യങ്ങളെല്ലാം, ഋഷിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തുറന്നു പറയണോ? സിദ്ധാർത്ഥൻ സാറ് പറഞ്ഞിരിക്കുന്നത് പറ്റിയ സാഹചര്യം നോക്കി രജനി മോളോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. കാരണം പ്രഗ്നൻ്റ് അല്ലേ, ഒരുപാട് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാലും കുഴപ്പമാണ്. അപ്പം പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന ഗിരിയും കാണിച്ചുകൊണ്ട് അവസാനിക്കുന്നുണ്ട്.